ചില ദുർമന്ത്രവാദത്തിന്റെ ചില സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ബന്ധുക്കളും ഇവരുടെ കോട്ടയം മീനടത്തുള്ള നവീന്റെ അയൽവാസികളും പറയുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിന് സമീപമുള്ള ദേവിയുടെ വീടിന് മുമ്പിലാണ്. ദേവിയുടെ മരണവിവരം അറിഞ്ഞ നാട്ടുകാരും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും അടക്കം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ ഭാര്യ ലതയുടെയും മകളാണ് ദേവിയുടെ ഭർത്താവ് നവീൻ. ഇരുവരും തിരുവനന്തപുരത്തുള്ള പങ്കജ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ആയുർവേദ ഡോക്ടർമാരാണ്. ഡോക്ടറേറ്റ് പഠിച്ചതിന് ശേഷം ഇവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്നുള്ള കാര്യമാണ് ബന്ധുക്കൾ അടുത്തുള്ള സുഹൃത്തുക്കളും പറയുന്നത്. വിവാഹത്തിന് ശേഷം കോട്ടയം മീനടത്തായിരുന്നു താമസം. അതിനുശേഷം വല്ലപ്പോഴും തിരുവനന്തപുരത്ത് വന്നു പോവുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ കോട്ടയത്ത് മറ്റ് ആളുകളുമായിട്ടൊന്നും അത്ര ബന്ധം നവീനും ഭാര്യയും വെച്ച് പുലർത്തിയിരുന്നില്ല എന്നുള്ള കാര്യവും കേൾക്കുന്നുണ്ട്. 16 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിനെ തുടർന്ന് ചില അസ്വാരസ്യങ്ങൾ മറ്റു പല കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനകം വട്ടിയൂർക്കാവ് പോലീസ് അരുണാചൽ പ്രദേശിലേക്ക് പോകും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ എന്തായാലും അവിടെ അരുണാചൽ പ്രദേശിൽ ഇവരുടെ ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇവർ ആത്മഹത്യ ചെയ്ത ഹോട്ടൽ മുറിയിൽ നിന്ന് ഈ ദുർമന്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ അടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കും. എന്തായാലും അല്പസമയത്തിനകം വട്ടിയൂർക്കാവ് പോലീസ് അരുണാചൽ പ്രദേശിലേക്ക് പോകും. അമൃത.